താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദിലീപിന്റെ പ്രമുഖ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോഴും ആ കേസ് ഇങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിന് ആസ്പദമായ മെയിൻ തെളിവ് എന്ന് പറയുന്നത് ദിലീപ് ഈ പൾസർ സുനിയെ നടിയെ ആക്രമിക്കാൻ ഏൽപ്പിക്കുമ്പോൾ, പൾസർ സുനിയെ നടിയെ ആക്രമിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ആ വീഡിയോ അതിൻ്റെ മെമ്മറി കാർഡാണ് മെയിൻ തെളിവായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ മെമ്മറി കാർഡിലെ തെളിവുകൾ നഷ്ടപ്പെട്ടു. അതിലെ തെളിവുകൾ നഷ്ടപ്പെട്ടു. അതാണ് ഇപ്പോഴത്തെ പുതിയ ഈ ഒരു വിഷയമായിട്ടുള്ള പുതിയൊരു ന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടിയുടെ ഈ കേസ് ദിലീപിനെതിരെ വാദിക്കുന്ന വക്കീല് ഒരു മാതൃഭൂമി ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 100% സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു. എനിക്ക് തെളിവുണ്ട്. ദിലീപ് തന്നെയാണ് അത് ചെയ്തത്. കണ്ട അമ്പലത്തിലൊക്കെ പോണ ആളാണ് ഈ ദിലീപ്. കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. ദിലീപ് എന്താ വിചാരിക്കണേ? ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കും ദിലീപ് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ റേപ്പ് ചെയ്യുന്നത്, ഒരു കുട്ടീനെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഈ സൊസൈറ്റിയിൽ അതത്രയും ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യം. അതിനേക്കാൾ ക്രൂരതയാണ് അതിനെ കേസ് ഏൽപ്പിക്കുന്ന പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസുകാർ അതേ കുട്ടീനെ റേപ്പ് ചെയ്താലും ഉണ്ടാവണം, അല്ലേ? ഇതുപോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ വിശ്വസിച്ച ഒരു കോടതിനെ പോയിട്ട് ആ കോടതിയിൽ മെമ്മറി കാർഡ് ചോർന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അതുകൂടാതെ അതിൽ എൻക്വയറി നടത്തിയിട്ട് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് സ്ത്രീകളുടെ അതിനെ കാണുന്ന ഒരു വ്യൂവിൻ്റെ ഒരു പ്രശ്നം. ഭരണഘടനയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു സ്ത്രീയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ സെക്ഷൽ അസൾട്ടിന് വിധേയരാകുന്ന പെൺകുട്ടികളാണ് ഇപ്പോഴും പിന്നെയും സൊസൈറ്റിയിൽ നിന്ന് ടോർച്ചർ ചെയ്യപ്പെടുന്നത്. അത് ഒരിക്കലും കോടതികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഇത്തരം വിക്ടിംസിനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അവർക്ക് നീതി കൊടുക്കുക എന്ന് പറയുന്നതാണ് കോടതി സംവിധാനം ചെയ്യേണ്ടത്. ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നുള്ള മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും എനിക്കെതിരാക്കി മാറ്റാനാണ് എട്ടാം പ്രതിയുടെ പ്രത്യേകിച്ച് ദിലീപിന്റെ വക്കീലും ശ്രമിച്ചത്. ഇപ്പോൾ സാധാരണ ഈ പറയുന്ന പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ആ റേപ്പ് ചെയ്തതിന്റെ ആ ഒരു ആഘാതത്തിൽ തന്നെ അവർ മാറുന്നതിന് മുന്നേ ഈ തെളിവെടുപ്പ് അല്ലെങ്കിൽ കേസ്, കോടതി, പോലീസുകാരുടെ ചോദ്യം ചെയ്യല്, ഇതൊക്കെ പിന്നെയും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ ഇരയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ തന്നെ വീണ്ടും അവർ റേപ്പ് ചെയ്യപ്പെടുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് അവിടെ ആ ഒരു രീതിയിൽ തന്നെ അവർ ആകെ ഡൗൺ ആയി പോവാണ്. അവർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രമുഖ നടി ഈ ഒരു കേസ് തനിക്ക് സംഭവിച്ച ഈ ഒരു ആഘാതത്തിൽ അവിടെ തളർന്നിരിക്കാതെ ഇതിന് കുറ്റക്കാരനായ ഈ ദിലീപിനെ തക്കതായ ശിക്ഷ കിട്ടാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് തന്നെ ഇതിന്റെ പുറകെ സ്ട്രോങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ വീഡിയോ, റേപ്പ് ചെയ്യപ്പെട്ട സമയത്ത് എടുത്ത ഈ വീഡിയോ. അപ്പൊ അതിന്റെ മെമ്മറി കാർഡ് നമ്മൾ സൂക്ഷിക്കാൻ കൊടുക്കേണ്ടത് ഏറ്റവും അധികം നമ്മൾ വിശ്വസിക്കുന്ന ഈ ന്യായ കോടതിയുടെ മുമ്പിലാണ്. അപ്പൊ അവിടെ എന്താ പറയുക, ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും ഇതുപോലൊരു തെളിവ്, കേസിനാസ്പദമായ ഇത്രയും വലിയൊരു തെളിവ് സൂക്ഷിക്കാൻ കൊടുക്കുമ്പോൾ അത് അവിടെ ആ തെളിവ് നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് മിസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ച തന്നെയാണ്. അതിന് കാരണം ഈ പിടിപാടുള്ളവരുടെ, അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന നടൻ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ആവും അത്ര രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ അവിടുത്തെ ഒരു ക്ലർക്കിന്റെ കയ്യിൽ 1 കൊല്ലം ഈ ഒരു മെമ്മറി കാർഡ് ഇരുന്നിരുന്നു. അവിടെ വെച്ചാണ് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ദിലീപ് അവിടെ
ദിലീപ് ഒരു കൈ അവിടെ കടത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. തനിക്കെതിരെ തെളിവുകൾ ഉള്ളത് അതാണ്, താൻ പിടിക്കപ്പെടും എന്ന് ഓരോ നിമിഷവും അറിയുമ്പോഴും അതിൽ നിന്ന് മാറി മാറി പോവാൻ രക്ഷപ്പെടാനുള്ള ഒരു സൈഡിൽ നിന്ന് കുരുക്കുകൾ വീണുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കുരുക്കൾ അഴിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ താജുദ്ദീൻ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ഇത് കണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതോ ട്രയൽ കോടതി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയിലാണ്. ആ സമയത്ത് മെമ്മറി കാർഡിന്റെ തർക്കങ്ങളും മീഡിയ ഡിസ്കഷൻസും ഞങ്ങൾ കൊടുത്ത ഈ കേസൊക്കെ പെൻഡിങ് കിടക്കുന്ന സമയത്താണ്. ഇത് തിരിച്ചറിഞ്ഞാൽ എന്തിന് കോടതിക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഇത് താജുദ്ദീൻ എന്ന ക്ലർക്കിനോ മിനി എന്ന് പറയുന്നൊരു ക്ലർക്കിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഇത് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു, എന്റെ വാഹനം താനെടുത്ത് ഓടിച്ച് താൻ ആക്സിഡന്റ് ഉണ്ടായാൽ തനിക്കല്ല ഉത്തരവാദിത്വം, എനിക്കാണ് ഉത്തരവാദിത്വം. വിക്കാരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞത് ഏതൊരു സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് പോയാൽ സ്റ്റാഫിനല്ല, ആ ഹെഡിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ കോടതിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ആ കോടതിയിലെ സ്റ്റാഫ് അത് തിരിച്ചറിഞ്ഞ ആ നിമിഷം കേസെടുക്കുകയും ഈ ഗ്രാജുവേറ്റ്സ് പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയും എന്ത് പർപ്പസിൽ ഇത് ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കോടതി പോലും ഇത് മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം മറച്ചു പോലുമല്ല, കോടതി മറച്ചു വെച്ചു. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളുണ്ട്? ഭീഷണിയോ? ഇത് കത്ത് കാണിച്ചിട്ടെ ഇഷ്ടം പോലെ കത്താൻ. കുറെയൊക്കെ ഞാൻ പോലീസുകാർക്ക് കൊടുത്തു, അന്വേഷണം നടത്താൻ പറഞ്ഞു അവരോട് എന്തേലും ഉണ്ടോ എന്ന്. കെട്ടുകണക്കിന് കാശ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇന്ന രേഖകളുണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾ കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ഭീഷണിയേക്കാള് ഭയങ്കര രസമുള്ള ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതാണ് ഇവര്. പ്രതികളുടെ ആൾക്കാർ മുഴുവൻ ബ്ലാക്ക് മാജിക്കിന്റെ ആൾക്കാരാണ്. ചാത്തൻ സേവ, അമ്പലങ്ങളിൽ പൂജ ചെയ്യുക, മറ്റേ മുട്ട വയ്ക്കുക. ഞങ്ങളെ വിളിച്ച് പറയും. ഇവര് പൂജ ചെയ്യാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നിവൃത്തികേട് കൊണ്ടാണ് കേട്ടാ ചെയ്യണത്. ഞങ്ങളിത് അവരവരുടെ ഒരു ജോലിയാണ്. നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട്, ഇതേ ചേച്ചി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ നീതിക്ക് വേണ്ടിയല്ലേ നിൽക്കണത്. നീതി ജയിക്കും, സത്യം ജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാനേ അവർക്ക് കഴിയൂ, പക്ഷെ അത് പോകില്ല. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ, ഒരു തെറ്റ് ചെയ്തിട്ട് ദിലീപ് ഇപ്പൊ പല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്. ഇപ്പോ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ദിലീപ് ഇങ്ങനെ ഈ ഒരു പ്രമുഖ നടിയെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് പ്രകാരം പൾസർ സുനി ആ ഒരു സംഭവം ചെയ്തു. ഒരാളുടെ ഒരു പ്രേരണ മൂലം ആൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ പൾസർ സുനി അത് ചെയ്തു. ആ പുള്ളി അത് ചെയ്തത് തുറന്ന് പറയുകയും അതിന് മാപ്പുസാക്ഷിയാവുകയും ചെയ്ത് പുള്ളിയുടെ ശിക്ഷ കുറഞ്ഞു കിട്ടും. പക്ഷെ ദിലീപ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റ് ചെയ്തു. ദിലീപ് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ട് അത് എനിക്കിങ്ങനെ പറ്റി, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ എന്ന് സമ്മതിച്ച് മാപ്പുസാക്ഷിയാവാനോ അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ നിന്നിരുന്നെങ്കിൽ പിന്നെയും എന്താ പറയുക, ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് ദിലീപ് ഒരു പക്ഷെ ഇപ്പം എല്ലാവരുടെ മനസ്സിൽ നിന്ന് ദിലീപ് ഈ ഒരൊറ്റ കേസ് കൊണ്ട് തന്നെ പോയി. അപ്പോൾ ഇത് അങ്ങനെ പറ്റിപ്പോയി എന്ന് ഒരു തെറ്റ് സമ്മതിക്കുമ്പോൾ തന്നെ പകുതി ഒരു സമാധാനം ഉണ്ടായില്ലേ. ഇതിപ്പോൾ അത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുക മാത്രമല്ല, ഈ തെറ്റ് ചെയ്തതിനേക്കാളും ഇരട്ടിയായി ഒരു തെറ്റ് ചെയ്തതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി, ഒരു കള്ളം പറയുന്നതിന് മറയ്ക്കാൻ വേണ്ടി വീണ്ടും 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 പിന്നെയും കള്ളങ്ങൾ പറയുകയും വീണ്ടും ഓരോ തെറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെയും കള്ളത്തരങ്ങളും തെറ്റുകളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടായ ഈ മെമ്മറി കാർഡിലെ തെളിവ് നശിപ്പിക്കുന്നത് അടക്കം അത് എന്താ പറയുക പൾസർ സുനി ചെയ്ത ആ ദ്രോഹത്തെക്കാൾ വലിയൊരു എന്താ പറയുക വലിയൊരു തെറ്റും ദ്രോഹം തന്നെയാണ്. ഒരു പക്ഷേ ഈ പറയുന്ന പ്രമുഖ നടി പൾസർ സുനി എന്ന് പറയുന്ന ആളോട് മനസ്സുകൊണ്ട് ഒരല്പെങ്കിലും എന്താ പറയുക മാപ്പ് കൊടുത്ത് കാണുമായിരിക്കാം. കാരണം വേറൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ അയാൾ പറഞ്ഞ പ്രകാരം ഇത്രയും പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചെയ്തൊരു കാര്യം എന്ന്. പക്ഷെ ഈ ഒരു നടൻ ചെയ്തത് അതിലൊരു കുറ്റബോധവും ഇല്ല അങ്ങനെ ചെയ്തതിൽ.
ഈ നടനാണ് അത് ചെയ്യിപ്പിച്ചെന്നുള്ളതിന്റെ എല്ലാ തെളിവും ഈ പറയുന്ന വക്കീലിന്റെ കയ്യിലുണ്ട്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് ഇത് അറിയാം. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട അമ്പലത്തിലൊക്കെ പോണ ആളാണ് ഈ ദിലീപ്. കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. ദിലീപ് എന്താ വിചാരിക്കണേ? ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കും ദിലീപ് വിചാരിക്കും. ശരിയല്ലല്ലോ. ഞാൻ 100% സത്യസന്ധമായി വിശ്വസിക്കും ദിലീപ് തെറ്റ് ചെയ്തു എന്നാ. എനിക്ക് തെളിവുണ്ട്. ദിലീപ് തന്നെയാണ് അത് ചെയ്തത്. ഇത് ചെയ്തത് സുനിയാണ്. സുനിനെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ള എൻ്റെ തെളിവ് എന്തെങ്കിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞും ദിലീപ് ചെയ്തപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു. ഈവൻ സുനിക്ക് പോലും കിട്ടും ഇവിടെ ഒരു സിമ്പതി. അയാൾ റേപ്പ് ചെയ്തു. ഞാൻ പറയാം, ഒരു സ്ത്രീയെ കണ്ടു, ഒരു പുരുഷന് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നി, അവരെ റേപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ വിചാരിക്കും. അയാൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാപ്പ് കൊടുക്കാം. പക്ഷെ ഇയാള് ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് അത്രയും വിൽപ്പന നടത്താമെന്ന് കരുതി, അല്ലെങ്കിൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് കരുതി ഇന്റൻഷനോടുകൂടി ഇത് ചെയ്തിട്ട് പിന്നെയും ഈ തെറ്റ് മറിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വക്കീൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരിടത്ത് പോലും ഇത്രയായിട്ട് പോലും ഒരു കുറ്റബോധോ മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ താൻ ഇത്രയും വലിയൊരു ദ്രോഹം കുറ്റം ഒക്കെ ചെയ്ത ഒരാളാണെന്നൊരു ഭാവം ഒന്നുമില്ലാതെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഭാവന തന്നെ നടന്ന് ഓരോ തെറ്റും മറച്ചുകൊണ്ടിരിക്കാനുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം കിടന്ന് നടന്ന് പൂജയും വഴിപാടും ഈ പറയുന്ന ബ്ലാക്ക് മാജിക് ചാത്തൻ സേവ ഈ പരിപാടിയൊക്കെ ചെയ്ത് നടക്കാന്നാ പറഞ്ഞു. ഇത് വക്കീലിനെ നശിപ്പിക്കാൻ. ഈ കേസ് ഏകദേശം കുരുങ്ങാറായി താൻ പെടുമെന്ന് ഉറപ്പുറപ്പായി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ പോവുക. അപ്പോൾ അത് ഏകദേശം ദിലീപിന് മനസ്സിലായി തുടങ്ങി. എന്തായാലും എപ്പോഴും ഒരുവിധം കാര്യങ്ങളിലെല്ലാം എപ്പോഴും എന്നായാലും സത്യം വെളിയിൽ വരും. അത് എത്ര നാൾ മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് വരും. ഈ കേസിൽ എന്തായാലും അപ്പോൾ വക്കീൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നു ദിലീപാണ് ഇതിൻ്റെ പുറകിൽ എന്ന്. പൾസർ സുനിയെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണ് ഇത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും തൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ കേസിന് വേണ്ടി അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഇതിലെ ഈ പ്രമുഖ നടിയുടെ ഒരു മൈൻഡ് അവർ തളരാതെ സ്ട്രോങ് ആയിട്ട് ഇതിനു വേണ്ടി ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി എന്താ പറയുക, അവരിങ്ങനെ പിടിച്ചു നിൽക്കണതിന് തന്നെ നമുക്കൊരു വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം. എത്രയും വേഗം ഈ കേസ് തക്കതായ ശിക്ഷ ദിലീപ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിന് തന്നെ കിട്ടണം. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം. തടിയും പൊട്ടും ടോക്സ്. ബൈ.